ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാബ് 10 സർക്കിൾ ആൻഡ് പരാബോള ആയിട്ടാണ്. നമ്മുടെ 2025 മോഡൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സോ ഓൾറെഡി നമ്മൾ 2024-23 ഡിസ്കസ് ചെയ്താണ്. സോ അതേ മോഡൽ തന്നെയാണ് നമ്മുടെ 2025 അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ പക്ഷേ കുറേ കുട്ടികൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളെ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Draw the circle x square plus y square plus 4x minus 6y minus 12 equal to 0. ഇതിനെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഡയറക്റ്റ് ആയി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം മക്കളെ, നേരെ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് നടക്കത്തില്ല, കാരണം ഇത് ഞാൻ ഇമേജിൽ നിന്ന് PDF ആക്കിയതാണ്, അതുകൊണ്ട് നടക്കത്തില്ല കേട്ടോ. പക്ഷേ എക്സാമിന് സോഫ്റ്റ്വെയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്ത് തുടങ്ങാം. പെട്ടെന്ന് ചെയ്യാനേ ഉള്ളൂ. സോ പെട്ടെന്ന് ചെയ്ത് പോകാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ plus 4x minus 6y minus 12 equal to 0. സോ സർക്കിൾ വന്നു കഴിഞ്ഞു മക്കളെ. സോ സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. എൻ്റെ സർക്കിളിന്റെ പേര് കണ്ടല്ലോ, EQ1 എന്നാണ്. നിങ്ങളുടെ ജിയോജിബ്ര ഉബുണ്ടുവിലായതുകൊണ്ട് ചിലപ്പോൾ COA എന്നൊക്കെ പറഞ്ഞ് വരത്തുള്ളൂ. ഇത് വിൻഡോസിലായതുകൊണ്ട് EQ1 എന്ന് വന്നിരിക്കണം. സോ നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണേ മക്കളെ. CENT എന്ന് അടിക്കുമ്പോൾ തന്നെ സെന്റർ വന്നു. സെന്റർ ഓഫ് കോണിക്. കോണിക്കിന്റെ പേരെന്താണ്? എൻ്റെ കോണിക്കിന്റെ പേരാണ് EQ1. നിങ്ങളുടെ കോണിക്കിൽ A എന്നാണെങ്കിൽ A, C എന്നാണെങ്കിൽ C ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ EQ1 അടിച്ചു, എൻ്റർ അടിച്ചു. ദേ വന്നു സർക്കിളിന്റെ സെന്റർ. ദേ വന്നു മക്കളെ. -2 3 എടുത്ത് എഴുതിക്കോ. സെന്റർ ഈസ് ഈക്വൽ ടു -2 3. ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ RAD എന്ന് ചുമ്മാ അടിച്ചാൽ മതി. റേഡിയസ് ഓഫ് എൻ്റെ പേര് EQ1 എന്നാണ്. EQ1ന്റെ റേഡിയസ് ഈക്വൽ ടു 5. പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി മക്കളെ. ഇതിൽ നിന്ന് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ ചോദിക്കും. സോ സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോണം. x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എച്ചും കെയും ആണ് നമ്മുടെ സെന്റർ, r ആണ് നമ്മുടെ റേഡിയസ്. ഇത് സെന്ററും ഇത് റേഡിയസും. ഓക്കെ അല്ലേ? ഇത് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് 1 മാർക്കിന് ചോദിക്കുക. സർക്കിളിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഇത് പറഞ്ഞോണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഫസ്റ്റത്തെ കഴിഞ്ഞല്ലോ. ഫസ്റ്റത്തിന് 1 മാർക്കായിരുന്നു. സോ സിമ്പിളായിട്ട് അത് കഴിഞ്ഞു. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യുക, പിന്നെ ഈ ഒരു ലൈനും പ്ലോട്ട് ചെയ്യുക. ഈ ലൈനിലായിരിക്കും നമ്മുടെ സെന്റർ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. സോ തുടക്കം തന്നെ നമുക്ക് എയും ബിയും മക്കൾ ഇവിടെ A ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ തന്നിരിക്കുന്ന പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ചുമ്മാ ടൈപ്പ് ചെയ്താൽ പോരെ. A = എന്ന് വേണം ടൈപ്പ് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഡിലീറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിൻഡോ എടുക്കാം. നമ്മൾ A എന്നല്ല പറഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ചുമ്മാ A ഓഫ് എന്ന് അടിച്ചിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് A = എന്ന് ടൈപ്പ് ചെയ്യണം. പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈക്വൽ ടു ടൈപ്പ് ചെയ്യണം. A = -2 1 ഉണ്ടല്ലോ. A എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. അടുത്ത B എന്ന് പറഞ്ഞ പ്ലോട്ട് ചെയ്യണമെങ്കിൽ B = 3 - 2. ഓക്കെ, എയും ബിയും വന്നു കഴിഞ്ഞു. സോ എയും ബിയും വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ലൈൻ സെഗ്മെന്റ് ടൂൾ, ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ലൈൻ സെഗ്മെന്റ് ടൂൾ എടുത്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതെന്താണെന്ന് അറിയുമോ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഞാൻ പറയുവാണ്, ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. മക്കളെ, ഒരു സർക്കിളിന്റെ കോഡാണ് ഞാനിപ്പോൾ വരച്ചത്. എന്താണ് കോഡ്? ഓക്കെ, ഈ കോഡ് നമുക്കൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അത് പണ്ട് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. കോഡ് എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ലൈനാണ്. ഏറ്റവും വലിയ കോഡാണ് നമ്മുടെ ഡയമീറ്റർ. ഓക്കെ, ഇതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും സെന്ററിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. അതാണ് സർക്കിളിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഇതിന് നടുക്കൂടെ കടന്നു പോകുന്ന ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സർക്കിളിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കോഡാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന ടൂൾ എടുക്കുക. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വന്നു. സോ സെന്റർ ഈ പോയിന്റ് ഈ ലൈൻ കടന്നു പോകുന്ന സെന്ററിൽ കൂടെയാണ്. ഇനി അവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലൈൻ കണ്ടോടാ മക്കളെ, 3x - y + 2 = 0. ഈ ലൈനിലൂടെയും ഈ ലൈനിലായിരിക്കും സെന്റർ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല മക്കളെ. നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചല്ലോ. ഇനി ഇവർ പറയുന്നത് ഈ ലൈനും കൂടെ മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 3x - y + 2 = 0. അത് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3x - y + 2 = 0. മക്കളെ, നിങ്ങൾക്ക്
സർക്കിൾ ആൻഡ് പരാബോള ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് കേട്ടോ, ഇതേ ക്വസ്റ്റ്യൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ ലൈനും കൂടെ മാർക്ക് ചെയ്തു മക്കളെ. ലൈൻ മാർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി. നമ്മൾ നേരത്തെ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇപ്പോൾ വരച്ച നമ്മുടെ ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. സോ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും മക്കളെ നമ്മുടെ സെന്റർ. സോ അതിന് വേണ്ടി ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മോളിൽ നിന്ന് ഇന്റർസെക്ട് എടുക്കുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഇപ്പുറത്തെ ലൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവരൊരു പോയിന്റ് തരും, കൂട്ടിമുട്ടിയ പോയിന്റ്. ഇതാണ് നമ്മുടെ സെന്റർ. ഇനി നമുക്ക് സിമ്പിളായിട്ട് സർക്കിളിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റത്തെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, സർക്കിൾ വിത്ത് സെന്റർ. എന്നിട്ട് ഇതാണ് നമ്മുടെ സെന്റർ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ പയ്യെ മൗസ് നീക്കുമ്പോൾ അതേ സർക്കിൾ വലുതേ വലുതേ വരും. ഇവിടെ ബി കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി സർക്കിൾ നേരെ ബിയിലും എയിലൂടെയും കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ സെന്റർ. അവർ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എല്ലാം ശരിയായില്ലേ? നമ്മൾ ആദ്യം വരച്ച ലൈനിലും ഇപ്പോൾ വരച്ച ലൈനിലുമാണ് നമ്മുടെ സെന്റർ കിടക്കുന്നത്. ഓക്കെ, മറ്റേ 2 പോയിന്റ് കൂടെ കടന്നു പോകുന്നതുകൊണ്ട് സോ കഴിയും. ഇനി അവർ ചോദിച്ചിട്ടുണ്ട്, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സെന്ററും റേഡിയസും എഴുതാനാണ്. സോ നിങ്ങൾക്ക് ബാക്കി പരിപാടി നിങ്ങൾക്ക് അറിയാം. ചുമ്മാ താഴത്ത് CEN എന്നടിച്ചാൽ മതി. CEN സെന്റർ ഓഫ് എൻ്റെ കോണിക്കിന്റെ പേര് C എന്നാണ്. സോ C എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. സോ സെന്റർ എടുത്ത് എഴുതിക്കോ മക്കളെ. -2.5, -5.5. ഈ റേഡിയസ് വേണോ? ഇതാ പിടിച്ചോ, റേഡിയസ് ഓഫ് കോണിക്. എൻ്റെ കോണിക്കിന്റെ പേര് C എന്നാണേ. സോ റേഡിയസ് എഴുതിക്കോ, 6.52 ആണ് എൻ്റെ ഈ സർക്കിളിന്റെ റേഡിയസും സെന്ററും. ഓക്കെ, കഴിഞ്ഞ പരിപാടി. സെക്കൻഡ് ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. 3 1 4 മാർക്കായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വളരെ എളുപ്പമാണ്. കൺസ്ട്രക്ട് എ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. ഈ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യണം. അവർ എക്സ്ട്രാ ലൈൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പണി കുറഞ്ഞു. 2 3 മാർക്ക് ചെയ്യാം, -1 3 മാർക്ക് ചെയ്യാം. ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് എടുക്കാം. ഓക്കെ, ഞാനിതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. എന്താടാ പോയിന്റ് 2 3. സോ ചുമ്മാ നിങ്ങൾ 2 3 മാർക്ക് ചെയ്യുക. ഇവിടെ 2,3 ചുമ്മാ അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. അവിടെ A എന്ന് പറയുന്ന പേരിൽ വന്നു കഴിഞ്ഞു. അടുത്തത് -1 -3. ഓക്കെ, അതും ബ്രാക്കറ്റ് ഇട്ടിട്ട് -1, -3 എൻ്റർ അടിക്കുക. B എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ലൈൻ സെഗ്മെന്റ് ടൂൾ എടുക്കുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക. ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടുന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കുക, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു ലൈൻ ഇല്ലാത്തതുകൊണ്ട് നോ പ്രോബ്ലം മക്കളെ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സർക്കിളിന്റെ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പൊ ചിലവരുടെ സംശയം ഇതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്റർസെക്റ്റിനുള്ള എടുത്തിട്ട് ഈ ഒരു ലൈനും സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് കുത്തി വരച്ചാൽ മതി. സർക്കിൾ വിത്ത് സെന്റർ ത്രൂ ദ പോയിന്റ്. ഇവിടെ കുത്തുക. ഇത് ഇങ്ങനെ A കണ്ടല്ലോടാ, പറഞ്ഞിരിക്കുന്ന പോലെ ആ 2 പോയിന്റ് കൂടെ കടന്നുപോയി. വേണേൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഒന്ന് സാറിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ എയുടെ അവിടെ റൈറ്റ് ക്ലിക്ക് വെക്കുക, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. സോ നെയിമിന് വരെ നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ അവിടെ 2 3 തെളിഞ്ഞ് വരും, കുറച്ചുകൂടെ നല്ല വൃത്തി കാണാൻ വേണ്ടി. ഇവിടെ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ധാരാളം സമയമുണ്ടല്ലോ, വെറുതെ ഇരിക്കുമല്ലേ, ചുമ്മാ ചെയ്യാം. കണ്ട, ആഹാ, കാണുമ്പോൾ തന്നെ അവർ പറഞ്ഞ പോലെ 2 3 കൂടെ കടന്നു പോകണം, -1 -3 കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ. മക്കളെ, ഇതിന്റെ വേറൊരു കാര്യം, ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, ഈ ഒരു പോയിന്റിൽ കൂടെ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, ഈ ഒരു പോയിന്റ് മാത്രമേ സെന്റർ ആവത്തുള്ളൂ എന്ന് സാറ് ചോദിക്കും. നേരത്തെ 2 പോയിന്റ് തമ്മിൽ 2 ലൈൻ ഉള്ളതുകൊണ്ട് കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഒരൊറ്റ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, സാറേ ഇവിടെ മറ്റേ വേറൊരു ലൈനും കൂടെ തരാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ലൈനിലെ ഏതൊരു പോയിന്റിൽ കുത്തി നമ്മൾ വരച്ചാലും ആ സർക്കിൾ ഉറപ്പായിട്ടും ഈ 2 പോയിന്റ് കൂടെ കടന്നു പോകും. കാരണം എന്താണ്? ഇതായിരിക്കും ഇതിന്റെ സെന്റർ കിടക്കുന്ന ലൈൻ. സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ കുത്തി ഇത് സെന്ററാക്കി, എന്നിട്ട് ഇങ്ങനെ പയ്യെ മൗസ് നീക്കി ഇവിടെ കൊണ്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ നോക്കിയേ ആ 2 പോയിന്റ് കൂടെ കടന്നു പോകും ഉറപ്പായിട്ടും. ഇനി ഇവിടെ താഴത്തെ ഒരു സെന്റർ എടുത്ത് നേരെ കണ്ടല്ലോ, ഏത് പോയിന്റ് എടുത്താലും പക്ഷെ ഇതിനകത്തെ പോയിന്റ് ആയിരിക്കണം. കാരണം എന്താണ്? അത് സെന്റർ കിടക്കുന്ന ഈ ഒരു ലൈനിലാണ്. അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം, സാറേ ഇത് ഏത് പോയിന്റ് കുത്തി വരച്ചാലും കറക്റ്റ് ആണ്. പക്ഷെ മിക്ക കുട്ടികളും കറക്റ്റായിട്ട് വരയ്ക്കുന്നത് ഇവിടെ കുത്തിയേ വരയ്ക്കാറുള്ളൂ. ഏത് വരച്ചാലും ശരിയാണ് കേട്ടോ. സോ നോ പ്രോബ്ലം, അതും കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി, തെറ്റായിരിക്കും. ഇവിടെ കുത്തി നേരെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. അതിന്റെ സെന്റർ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കൺസ്ട്രക്ടറിനെ പറഞ്ഞിട്ടുള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രേ ഉള്ളൂ, സർക്കിൾ കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുക. വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കൂടെ എടുത്തെഴുതുക. അതെ, ഈ സി എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ അതും കൂടെ എടുത്തെഴുതിക്കോ. ഓക്കെ, കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് പരാബോള. ഇങ്ങനെ ഒരു ഇൻപുട്ട് കമാൻഡ് ടൈപ്പ് ചെയ്ത് ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കാനാണ് പരാബോളയുടെ വളരെ എളുപ്പമുള്ള മറ്റൊരു കാര്യം.
അപ്പോൾ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മക്കളെ, പരാബോള ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ. സോ ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. എങ്ങനെയാടാ, പരാബോള എന്ന് അടിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കണ്ടോ, പരാബോള ഫസ്റ്റത്തെ സെലക്ട് ചെയ്യാം. പരാബോള 2 0 അല്ലേ, ഫസ്റ്റത്തെ പോയിന്റ് ഒരു ബ്രാക്കറ്റ് ഇടണേ, 2,0. ടാബ് പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് സെലക്ട് ആയിക്കോളും. പിന്നെ ഏതാ, x = -2. x = -2 അല്ലേ, x = -2. ഓക്കെ, വന്നു കഴിഞ്ഞു. എൻ്റർ അടിക്കുക. പരാബോള വന്നു കഴിഞ്ഞു മക്കളെ. നോക്കിയേ, പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y² -8x = 0. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ y² -8x അല്ലേ, ഈ -8x ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടും. y² = 8x. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതിക്കോണം കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും എഴുതാൻ. അപ്പോൾ നിങ്ങൾ എഴുതണം. ഫോക്കസ് എന്ത് വരും? ഫോക്കസ് കിട്ടാനായിട്ട് ഇവിടെ ജസ്റ്റ് ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫോക്കസ് ഓഫ് എൻ്റെ കോണിക്കിൻ്റെ പേര് C. എൻ്റർ കൊടുക്കുക. ഫോക്കസ് വന്ന് എത്രയാണ് എടുത്ത് എഴുതിക്കോ. ഫോക്കസ് 2 0. ഇനി ഡയറക്ട്രിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട്രിക്സിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. DIRE. ഡയറക്ട്രിക്സ് രണ്ടാമത്തെയാണ്. ഡയറക്ട്രിക്സ് ഓഫ് എന്തിൻ്റെ ആടാ? സിയുടെ. എൻ്റർ അടിക്കുക. ഡയറക്ട്രിക്സ് x = -2. രണ്ടും എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം സിമ്പിളായിട്ട് കഴിഞ്ഞു. രണ്ടെണ്ണമല്ല, ആ ഒരെണ്ണം കഴിഞ്ഞു. ഇനി മക്കളെ ശരിക്കും പറഞ്ഞാൽ 2025 ഗുണമെന്ന് വെച്ചാൽ ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 8 മാർക്കായി. നോക്കിയേ, 3 4 2 6 2 8. പിന്നെ 2 മാർക്ക് എക്സ്ട്രാ ആണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കാമോ എന്നാണ് ചോദിച്ചത്. ഇതേപോലൊരു കമാൻഡ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കണം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? x² = -20y. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അറിഞ്ഞിരിക്കണമെങ്കിൽ ആദ്യം ഞാൻ പറയുന്ന കാര്യം, ഡയറക്റ്റ് ചിലവരിൻ്റെ അകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും, അത് പ്രശ്നമില്ല. പക്ഷേ ഈ കമാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഡയറക്ട്രിക്സ്, ഞാൻ 2 കാര്യം പറഞ്ഞു. ഞാൻ ഓൾറെഡി പഴയ വീഡിയോ കണ്ടവരാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആ ഒരു തന്ത്രം മനസ്സിലാവും അല്ലേ, ഒരു കുതന്ത്രം. അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കറക്റ്റ് കാര്യത്തിലേക്ക് ഞാൻ വരുവാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x² = -20y. മക്കളെ 4 തരത്തിലുള്ള പരാബോള ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എൻ്റെ ക്ലാസ് നേരത്തെ കണ്ടവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി. 4 തരത്തിലുള്ള പരാബോള, വൈവ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 തരത്തിലുള്ള പരാബോള ഉണ്ട്. ഇക്വേഷൻ എന്തൊക്കെയാടാ? ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുന്ന പരാബോള, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുന്ന പരാബോള, പിന്നെ മുകളിലേക്ക് ഇരിക്കുന്ന പരാബോള, പിന്നെ താഴത്തേക്ക് ഇരിക്കുന്ന പരാബോള. 4 തരത്തിലുള്ള പരാബോളയാണുള്ളത്. ഫസ്റ്റത്തെ ഇക്വേഷൻ y² = 4ax. സെക്കൻഡ് ഇക്വേഷൻ y² = -4ax. തേർഡ് x² = 4ay. ഫോർത്ത് x² = -4ay. വൈവ ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് +1 കൺസെപ്റ്റ് ആടാ. +1 4 എണ്ണം ഉണ്ട്. അതെ, പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എടാ മക്കളെ, y ആക്സിസ് അല്ലേ, y ടച്ച് ചെയ്താണ് ഇരിക്കണമെങ്കിൽ y വെച്ചായിരിക്കും നമ്മുടെ ഇക്വേഷൻ തുടങ്ങുന്നത്. പോസിറ്റീവ് സൈഡ്, ഇത് റൈറ്റ് സൈഡല്ലേ നമ്മുടെ പോസിറ്റീവ് സൈഡിലേക്കാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പെട്ടെന്ന് പറയാലോ, ഓർത്ത് പറയാലോ. റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുന്ന പരാബോള വൈയിലാണ് ടച്ച് ചെയ്യണമെങ്കിൽ അത് y² = പോസിറ്റീവ് ആയിരിക്കും, 4x. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും. അത് y ആക്സിലാണ് ടച്ച് ചെയ്തിരിക്കണമെങ്കിൽ y² = -4x. രണ്ടെണ്ണം പഠിച്ചില്ലേ? പുറത്തെടുക്കാനാണ്, കാണാപ്പടം പഠിക്കല്. അടുത്തത് മുകളിലേക്ക് ഇരിക്കുന്നത്, അത് നമുക്കറിയാം എക്സിലാണ് ടച്ച് ചെയ്ത് പോകുന്നത്. സോ എക്സ് വെച്ചാക്കി തുടങ്ങുന്നത്. x² = പോസിറ്റീവ് സൈഡിലേക്ക് ആയതുകൊണ്ട് 4ay. താഴത്തേക്കാകുമ്പോൾ -4ay. 4 എണ്ണം പഠിച്ചല്ലോ. ഈ 4 ഇക്വേഷനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോക്കസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോക്കസ് 4 എണ്ണത്തിൻ്റെയും പറയാൻ അറിയണം. ഫസ്റ്റത്തെ ആകുമ്പം a0, സെക്കൻഡിൻ്റെ ആകുമ്പോൾ -a0, തേർഡിൻ്റെ ആകുമ്പോൾ 0a, ഫോർത്തിൻ്റെ ആകുമ്പോൾ 0 - a. ഫസ്റ്റത്തെ രണ്ടും x ആക്സിലായിരിക്കും, അടുത്ത രണ്ടെണ്ണം y ആക്സിലായിരിക്കും a ഉള്ളത്. ഫസ്റ്റത്തെ പോസിറ്റീവ്, അതിങ്ങനെ പഠിച്ചാൽ മതി. a0 0a, സോറി a0 -a0 0a 0 - a, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഡയറക്ട്രിക്സ് അതും ചോദിക്കാം മക്കളെ. y വെച്ചാണ് തുടങ്ങണമെങ്കിൽ x വെച്ചായിരിക്കും ഡയറക്ട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ y വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ x വെച്ചായിരിക്കും ഡയറക്ട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ x വെച്ചല്ലേ, അപ്പോൾ y വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ x വെച്ചല്ലേ, സോ y വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നോക്കിക്കോണേ. ഡയറക്ട്രിക്സ് +1 കൺസെപ്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണേ. അപ്പോൾ ഈ ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. y വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ x വെച്ചായിരിക്കും ഡയറക്ട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. x വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ y വെച്ചായിരിക്കും ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇവിടെ പോസിറ്റീവ് അല്ലേടാ, അപ്പം നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് അല്ലേടാ, അപ്പം പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് അല്ലേടാ, അപ്പം നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ്. നേരെ ഓപ്പോസിറ്റ്. വൈ വെച്ചാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എക്സ് വെച്ച് തുടങ്ങും. പോസിറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ്. അപ്പം ഇങ്ങനെയാണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. പിന്നെ ലാറ്റസ് റെക്ടം എന്നൊരു സാധനം കൂടെ ഉണ്ട്. ലാറ്റസ് റെക്ടം ജസ്റ്റ് ചോദിച്ചാൽ പറയണം, എല്ലാത്തിൻ്റെയും സെയിം ആണ് 4a 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 4a. മക്കൾ ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വിട്ടേക്കുക. ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് മാർക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. കുതന്ത്രം എന്ന് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഫുൾ മാർക്ക് നിങ്ങൾ കൺസെപ്റ്റ് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പൊടുതിട്ട് എടുക്കുക. ഇത് +1 കൺസെപ്റ്റ് ആണ്. എനിക്കറിയാം ചിലവർ ഇത് പഠിക്കാതെയും വന്നാൽ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്കുക. വൈവ ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പരാബോളയിലെ ഇത്രയും വൈഡായിട്ടുണ്ട്, എന്ത് ചോദിച്ചാലും പറയാൻ പറ്റണം. സോ വരുന്ന സാറിൻ്റെ മനോധർമ്മം പോലെ ഇരിക്കും ഏത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി വൈവ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലെന്ന് പറയില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്നല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x² അവിടെ ഓണായി കിടക്കുകയായിരുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x² -20y എന്ന് ഉള്ളതാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഒരു ഡയറക്റ്റായിട്ട് വരയ്ക്കാതെ നമ്മൾ ചെയ്ത് വരയ്ക്കണം. എങ്ങനെ സത്യസന്ധമായി ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് നമ്മുടെ നാലാമത്തെ ഇക്വേഷനാണ്. x² -4ay. ഇവിടുത്തെ 4a വൈയുടെ കൂടെ കിടക്കുന്ന എന്താണ്, -4a എന്ന് പറയുന്നതാണ് ഇവിടുത്തെ -20. അപ്പോൾ ഇവിടുത്തെ മൈനസ് വെട്ടിക്കളഞ്ഞാൽ a = 20/4. 5 എന്ന് കിട്ടും a. അപ്പം നമുക്കിവിടെ ഫോക്കസ് കിട്ടി. ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ഈ നാലാമത്തേൻ്റെ എന്താണ് നമ്മളിപ്പോൾ എഴുതിയാൻ കാണിച്ചില്ലേ, എന്താണ് 0 - a എന്നാണ്. ഇവിടുത്തെ ഫോക്കസ് 0 - 5. ഫോക്കസ് കിട്ടിയില്ലേ. ഡയറക്ട്രിക്സ് എന്താണ്, ഇവിടെ എക്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഡയറക്ട്രിക്സ് y വെച്ച് സ്റ്റാർട്ട് ചെയ്യും. y = ഇവിടെ +5 ആണെങ്കിൽ ഇവിടെ -5. സോറി, ഇവിടെ നെഗറ്റീവ് ആണ് ഇക്വേഷൻ അല്ലേ, -20y എന്നല്ല ഇക്വേഷൻ കിടക്കുന്നത്. സോ +5 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ നമ്മുടെ കോഡ് വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ കോഡ് ഇതാണ്. പരാബോള, അവരാദ്യം നിന്ന കോഡില്ലടാ. പരാബോളയുടെ ബ്രാക്കറ്റിനകത്ത് ഫോക്കസ് എഴുതണം. ഫോക്കസ് എന്താടാ 0 - 5, ഡയറക്ട്രിക്സ് എന്താണ് y = 5. ഇങ്ങനെ കോഡ് അടിച്ച് കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഈ കോഡ് എഴുതി വെക്കണം. അപ്പം അതിനുവേണ്ടി ഇത്രയും നമ്മൾ തിയററ്റിക്കലി അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ എല്ലാത്തിനും ഒരു പ്ലാൻ ബി ഉണ്ട് അല്ലേ. എല്ലാ പ്ലാനിനും വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. സോ ആ ഒരു തന്ത്രം ഞാൻ കാണിച്ചു തരാം. എല്ലാ മക്കൾക്കും മാർക്ക് വാങ്ങണ്ടേ. സോ ഇത് കൺസെപ്റ്റ് അറിയാവുന്നവർ ഇങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു തന്ത്രം പറഞ്ഞുതരാം. ആ തന്ത്രം ഓർത്തോ കേട്ടോ, ആ തന്ത്രം ഓർത്തോണം. ഇതിപ്പോൾ എഴുതി വെച്ചോ. ഈ ഒരു സാധനം നിങ്ങൾ വേണം എഴുതി വെച്ചേടാ. എല്ലാവരും ഒന്ന് എഴുതി വെച്ചോ. ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടണേ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അത് ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം x² -20y അങ്ങനെ അടിച്ചു കൊടുത്താൽ പോരെയെന്ന് ചോദിക്കും. കുഴപ്പമില്ല. x² -20y. പക്ഷെ അത് സാറിന് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. കാരണം അതെ ഇങ്ങനെയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് വരുന്നത്. പക്ഷേ ഇത് അല്ലാതെ കോഡ് ഉപയോഗിച്ച് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കോഡ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഫോക്കസും ഡയറക്ട്രിക്സും വേണ്ടേ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ സാധാരണ ഇങ്ങനെ ചെയ്യണ പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്ത് ഫോക്കസ് ഒന്ന് നൈസായിട്ട് അടിച്ചു കൊടുക്കുക. ഫോക്കസ് ഓഫ് എന്താടാ എൻ്റെ EQ1. ഓക്കെ, കള്ളത്തരാട്ടാ പറഞ്ഞു തന്നെ. പക്ഷേ ഇത് കള്ളത്തരം എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ടൂൾ വെച്ചാൽ ചെയ്യണം. നമ്മൾ കോപ്പി അടിക്കുന്നില്ല, അപ്പുറത്ത് ചോദിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. നമ്മൾ ഇവിടെയുള്ള ടൂൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുവാണ്. അപ്പോൾ ഫോക്കസ് എന്ന് അടിച്ചു കൊടുത്തു, ഫോക്കസ് കിട്ടി. ഫോക്കസ് എന്താടാ, ഫോക്കസ് എടുത്ത് എഴുതി. ഫോക്കസ് എന്ന് പറയുന്നത് 0 - 5. ഓക്കെ, ഇനി ഡയറക്ട്രിക്സും കൂടെ വേണം. ഡയറക്ട്രിക്സ് വേണമെങ്കിൽ താഴത്ത് ഡയറക്ട്രിക്സ് ടൈപ്പ് ചെയ്യുക. കണ്ടല്ലോ, ഡയറക്ട്രിക്സ് ഓഫ് കോണിക് EQ1 അല്ലേ, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഡയറക്ട്രിക്സ് അവർ തരും. എത്രയാടാ, y = 5. സോ ഡയറക്ട്രിക്സും കിട്ടി, y = 5. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക, തെളിവ് നശിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ കോഡ് ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെക്കുക. കോഡ് എന്താടാ, പരാബോള ബ്രാക്കറ്റിൽ നമ്മുടെ ഫോക്കസ് 0 - 5, y = 5. ഇത് എഴുതി വെച്ചോളുക. ഈ കോഡ് വേണം നമ്മൾ ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഈ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പരാബോള സെക്കൻഡ് അല്ലേ, അല്ല ഫസ്റ്റ് അല്ലല്ലോ, ഇത് പാരാമീറ്റർ വന്നേ.
ഓക്കെ, പരാബോള എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് അല്ല ഫസ്റ്റ് തന്നെ. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്യുക. പോയിന്റ് എന്താണ്? 0 - 5. സോ ബ്രാക്കറ്റിൽ 0, -5. ടാബ് ക്ലിക്ക് ചെയ്തു. y = 5. y = 5. ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വന്നത് x² + 20y = 0. നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വ്യത്യാസം ഇത് x² = എന്ന് പറഞ്ഞാൽ വരത്തുള്ളൂ. കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വരത്തുള്ളൂ. വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ കോഡ് അടിച്ചു കൊടുക്കണമെങ്കിലുള്ള കള്ളത്തരം ഞാൻ കാണിച്ചു തന്നില്ലേ? ആ ഒരു തന്ത്രപരമായി ചെയ്തതിന് ശേഷം ഇത് എഴുതിയെടുത്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നോ പ്രോബ്ലം, കറക്റ്റായിട്ട് നിങ്ങൾ തിയററ്റിക്കലി ചെയ്താന്ന് വിചാരിച്ചോളൂ. പക്ഷേ സാർ വൈവ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെടും കേട്ടോ. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക മക്കളെ. സിമ്പിളായിട്ട് 4 ക്വസ്റ്റ്യനും ചെയ്തു പഠിച്ചു, ചെയ്തു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ സർക്കിൾ ആൻഡ് പരാബോള. അപ്പോൾ നിങ്ങളുടെ ഇത്തവണത്തെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. സെയിം ക്വസ്റ്റ്യൻ തന്നെ, നമ്പേഴ്സ് മാറ്റി തരുമെന്നേ ഉള്ളൂ. സെയിം പരിപാടി. ഓക്കെ, സർക്കിൾ ആൻഡ് പരാബോള വന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ, ഇത്രയും ചോദിക്കാനുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.